നമ്മുടെ സഞ്ജു സാംസണിനെ തഴഞ്ഞ് ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് മതിയായില്ല എന്നാണ് തോന്നുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഇപ്പോഴുള്ള നമ്മുടെ സഞ്ജു സാംസണിന്റെ അവസ്ഥ ആർക്കും ഇനി വരരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ടീമിലെ സഞ്ജു സാംസണിന്റെ ബാറ്റിംഗ് ഓർഡറിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ വീണ്ടും സഞ്ജുവിനെ അടിച്ച് താഴെയിടാനുള്ള നീക്കങ്ങളാണ് ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ഓർഡറിലെ തുടർച്ചയായ പരീക്ഷണങ്ങൾക്കെതിരെ ആരാധകരും ക്രിക്കറ്റ് ലോകവും പ്രതിഷേധത്തിലായിട്ട് കൂടി ഇതൊന്നും അവർക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത്. ഓപ്പണറായി 3 T20 സെഞ്ചുറികൾ നേടിയ ഒരു മികച്ച താരത്തെ ഏഷ്യ കപ്പിൽ കൃത്യമായി ഉപയോഗിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. ആദ്യ മത്സരങ്ങളിൽ തന്നെ 50 അടക്കം അടിച്ച് മികച്ച ഫോമിലേക്ക് ഉയർന്നു വരുന്ന നമ്മുടെ സഞ്ജു സാംസണിന് കടുത്ത സമ്മർദ്ദമാണ് ടീം മാനേജ്മെന്റ് നൽകുന്നത്. ബംഗ്ലാദേശിനെതിരായ സൂപ്പർ 4 മത്സരത്തിൽ ഇന്ത്യയുടെ 5ാം വിക്കറ്റ് വീണിട്ടും സഞ്ജുവിനെ ബാറ്റിംഗിന് ഇറക്കാതെ ഹർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, അക്സർ പട്ടേൽ എന്നിവരെ മുൻപേ അയച്ച് നമ്പർ 8ലേക്ക് തരം താഴ്ത്തിയാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ടീം സഞ്ജുവിനോട് പ്രതികാരം തീർത്തത്. ഇതിനെ പ്രതികാരം എന്ന് തന്നെ പറയണം. ഇത് ആരാധകർക്കിടയിൽ വിവാദമാകുമ്പോൾ പോലും അവർക്കൊന്നും കൂസലില്ല എന്ന മട്ടാണ്. സഞ്ജുവിനെ മധ്യനിരയിൽ കളിപ്പിക്കാൻ ടീം മാനേജ്മെന്റിന്, പ്രത്യേകിച്ച് കോച്ച് ഗൗതം ഗംഭീറിന് ഒരു പ്രത്യേകതരം താല്പര്യം ഉള്ളതുപോലെയാണ്. യഥാർത്ഥത്തിൽ ഗൗതം ഗംഭീർ തന്നെയാണ് സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം. അതിന് ഗൗതം ഗംഭീറിനെ എന്തൊക്കെ ഘടകങ്ങളാണ് പ്രേരിപ്പിക്കുന്നത് എന്നാണ് സംശയം. ഇപ്പോഴും ഗൗതം ഗംഭീറിന് സഞ്ജുവിൽ പൂർണ്ണ വിശ്വാസമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ സൂചനയായിട്ടാണ് ഗൗതം ഗംഭീർ ഇത്തരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മലയാളിയായ സഞ്ജു സാംസണിനെ തഴഞ്ഞ് തളർത്തുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്ന സാഹചര്യത്തിൽ സഞ്ജു സാംസൺ തൻ്റെ അവസ്ഥയെ മോഹൻലാലിനോട് വരെ താരതമ്യപ്പെടുത്തിയിരുന്നു. 40 വർഷമായി ഇൻഡസ്ട്രിയിൽ നിലവിൽ ഒരുപാട് കഥാപാത്രങ്ങളുമായി മുന്നോട്ട് പോകുന്ന മോഹൻലാൽ ചെയ്യാത്ത വേഷങ്ങളില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടറിൽ ഒതുങ്ങാതെ എല്ലാ റോളുകളും ചെയ്യുക എന്നതാണ് തൻ്റെ കർത്തവ്യം മോഹൻലാലിനെ പോലെ എന്നതായിരുന്നു സഞ്ജു സാംസൺ മറുപടി കൊടുത്തത്. അതായത് ഹീറോ മാത്രമല്ല, വില്ലൻ, ജോക്കർ, ഏത് റോളും ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് സഞ്ജു സാംസൺ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയ നിമിഷത്തിൽ പറഞ്ഞപ്പോൾ ഇന്ത്യൻ ടീം അത് മനസ്സിലാക്കിയത് വേറെ ഏതെങ്കിലും രീതിക്കാണോ എന്നതുപോലും സംശയമുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ സഞ്ജുവിന് ഇത്രത്തോളം തഴയലുകൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നോർക്കണം. സഞ്ജു സാംസൺ ടോപ്പ് 3യിൽ പോയിട്ട് അവസാനം ഒരു ബോളർ ബാറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ ബാറ്റിങ്ങിന് ഇറങ്ങുന്നത് എന്നോർക്കണം. ഈ റോളുകൾ പരീക്ഷിക്കണമെന്ന് സഞ്ജു സാംസൺ പറഞ്ഞപ്പോൾ ഇത്രക്ക് വലിയൊരു കടുത്ത പരീക്ഷണം, ഒരു അഗ്നി പരീക്ഷ പോലെ കൊടുക്കുമെന്ന് സഞ്ജു സാംസൺ വിചാരിച്ചു കാണില്ല. ഇപ്പോൾ ഇന്നത്തെ മത്സരം തന്നെ ഇന്ത്യ-ശ്രീലങ്ക മത്സരത്തിൽ ഇന്ത്യക്കാണ് ബാറ്റിംഗ് ലഭിച്ചിരിക്കുന്നത്. ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ തന്നെ സഞ്ജു സാംസണിന് ഇപ്പോൾ ഒരു 5ാം സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിലും എപ്പോൾ സഞ്ജു സാംസൺ കളിക്കാനിറങ്ങും എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ആരാധകരെല്ലാം അത്രത്തോളം രോഷത്തിലാണ്. ഒരു മലയാളി ആയതുകൊണ്ടാണോ സഞ്ജു സാംസണിന് ഇത്രത്തോളം അനുഭവിക്കേണ്ടി വരുന്നത് എന്നോർത്താൽ പോലും അത്ഭുതമില്ല. അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ടോ? സൗത്ത് ഇന്ത്യനായ മറ്റു താരങ്ങളും ഉണ്ടല്ലോ. എന്തുകൊണ്ട് സഞ്ജു സാംസണിനെ മാത്രം തുടർന്ന് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ഇവർ വിധേയമാക്കുന്നു? ഒരാളെ എത്രത്തോളം ഇങ്ങനെ പരീക്ഷിക്കാൻ പറ്റും, എത്രത്തോളം ഇങ്ങനെ തരം താഴ്ത്താൻ പറ്റും? അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പറഞ്ഞത് സഞ്ജു സാംസണിൻ്റെ അവസ്ഥ ഇനി ഒരാൾക്കും വരരുത് എന്ന്. സഞ്ജു സാംസണായി ജീവിക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഒരുപാട് ഉയർച്ചകളും അതിനേക്കാൾ ഒരുപാട് താഴ്ചകളും മറ്റുള്ളവരാൽ മനഃപൂർവ്വം തന്നെ കിട്ടി പൊരുത്തപ്പെട്ട് എല്ലാത്തിലും ഒരു നല്ലൊരു ചിരിയോടുകൂടി മുന്നോട്ട് പോകുന്ന സഞ്ജു സാംസൺ നമ്മളെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഒരാളുടെ തളർച്ചയിലും ഒരാളുടെ പരാജയങ്ങളിലും എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാകുകയാണ് സഞ്ജു സാംസൺ. കാലം തന്നെ സഞ്ജുവിന് നീതി കൊടുക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.